എടാ മക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ്. കേട്ടല്ലോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് ഈ വീഡിയോ ഇനി പ്ലസ് ടുവിലേക്ക് കയറാൻ പോകുന്ന കുട്ടികൾക്ക്, ഇനി പ്ലസ് ടുവിലേക്ക് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ പ്ലസ് ടു എഴുതി കഴിഞ്ഞവർ ഇത് കാണണമെന്നില്ല, പക്ഷേ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞ നിങ്ങളുടെ പ്ലസ് ടു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ എഴുതിയ പ്ലസ് ടു എക്സാം, പ്ലസ് ടു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമല്ല, പ്ലസ് ടു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേ. അത് ഇപ്പോഴത്തെ ഈ പ്ലസ് 1 കുട്ടികൾക്ക് വേണ്ടി ഒന്ന് കാണാൻ വേണ്ടിയാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തു. അത് എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സാം വളരെ ടഫായിരുന്നു. കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലാതെ ചില്ലറ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. വളരെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ കുട്ടികൾക്കും ടഫായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പ്ലസ് 1ൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുന്നവരാണ്. പ്ലസ് 2 വെച്ച് കമ്പയർ ചെയ്താൽ പ്ലസ് 1 വളരെ സിമ്പിളായിരുന്നു, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നിങ്ങൾ കണ്ടത്. വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ മാത്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് എനിക്ക് തോന്നിയത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. അത് മിക്കവാറും ഇവർ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടൊക്കെ കൂടിയായിരിക്കും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലസ് ടു എക്സാം ഉറപ്പായിട്ടും 100% നമുക്ക് ഉറപ്പിച്ച് പറയാം, പ്ലസ് ടു എക്സാം ടഫാകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു ഇപ്പോൾ കഴിഞ്ഞ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. ഈ കഴിഞ്ഞ എക്സാം, അതായത് പ്ലസ് ടു ഇപ്പോൾ എഴുതി കഴിഞ്ഞവർ, ഇപ്പം ഞാൻ പൊക്കോന്ന് പറഞ്ഞ പിള്ളേരില്ലേ, അവർ ഓരോ എക്സാം കഴിഞ്ഞിട്ട് അവർ കൊടുത്ത പോളുകളാണ് നമ്മളിവിടെ പറയുന്നത്. അല്ലാതെ വെറുതെ ഞാനിങ്ങനെ വന്നിട്ട് എക്സാം ടഫായിരുന്നു എന്ന് പറയുകയല്ല. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ. കെമിസ്ട്രി എക്സാം എടാ, ഇവിടുത്തെ വോട്ട് നോക്കിയേ, വെറും 10-20 പേരല്ല ഇതിന് വോട്ട് ചെയ്തിരിക്കുന്നത്. 1,18,000 പേര് വോട്ട് ചെയ്തു. 1,18,000 പേര് വോട്ട് ചെയ്തു. പ്ലസ് ടുവിൻ്റെ കൗണ്ട് എന്തോ 2 ലക്ഷത്തി ചില്ലറ പേരാണ് എക്സാം എഴുതുന്നത്. അതിൻ്റെ അകത്ത് 1,18,000 പേര് വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് പേര് നിങ്ങൾ ഫേക്കും പരിപാടിയൊക്കെ മാറ്റിക്കോ, എന്നാലും ഇല്ലടാ കുറേ പേര്. അവർ ആ 1,18,000 പേര് വോട്ട് ചെയ്തതിൽ 74% പേര് പറഞ്ഞിരിക്കുന്നത് ടഫാണെന്നല്ല. നോക്കിയേ, വെരി ടഫാണെന്നാണ്. ടഫാണെന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത്, വെരി ടഫ്, വളരെ പാടായിരുന്നു എന്ന്. ഇനി അടുത്ത നോക്കിയടാ, മാത്സിന് മുമ്പ് നമുക്ക് ഫിസിക്സ് നോക്കാം. ഫിസിക്സ് നോക്കിയേ, ഏകദേശം 70,000 പിള്ളേർ വോട്ട് ചെയ്തു. അവരും പറഞ്ഞിരിക്കുന്നത് എന്താണ്? 83% പേര്. നോക്കി, 83% പേര് പറയുന്നത്, അതായത് 100 പേര് വോട്ട് ചെയ്താൽ 83 പേരും പറയുന്നത് ടഫാണെന്നാണ്. ഇനി മാത്സിലേക്ക് വാ. ഈ കെമിസ്ട്രിയും ഫിസിക്സും വെച്ച് നോക്കുമ്പോൾ മാത്സ് ആണ് കുറച്ചെങ്കിലും എളുപ്പമായത്. എളുപ്പമല്ല, കുറച്ചെങ്കിലും. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു ആശ്വാസമായത് മാത്സ് ആയിരുന്നു. മാത്സിലും നിങ്ങൾ നോക്ക്, 90,000 പേര് വോട്ട് ചെയ്തു. ആ 90,000 പേരിൽ 78% പേര് ആവറേജ് ആണെന്നാ പറഞ്ഞുള്ളൂ, ഈസി ആണെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ ടഫല്ലായിരുന്നു. പക്ഷേ ഇത് തമ്മിൽ ഭേദം തുമ്മൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവർ രണ്ടുപേരെയും വെച്ച് നോക്കാൻ നേരത്ത് ഇയാൾ ഇത്തിരി കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സുവോളജി എക്സാം നമ്മുടെ ബാക്കി 3 സബ്ജക്റ്റ് വെച്ച് നോക്കാൻ നേരത്ത് സുവോളജി എക്സാം ഇത്തിരി ഈസി ആയിരുന്നു. അതുകൊണ്ട് കാര്യം ടഫ് മാത്രമല്ലായിരുന്നു, ഈസിയുള്ള കുറച്ച് പേപ്പറുകളും ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇതെടുത്തിട്ടിരിക്കുന്നത്. ഏകദേശം 65,000 പേര് വോട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ഏകദേശം 83% പേര് ഈസി ആണെന്നാണ് പറഞ്ഞത്. കേട്ടല്ലോ? അപ്പം ഞാൻ പറയുന്നത്, ഞാൻ വെറുതെ വന്ന് ടഫാണെന്ന് പറയുകയല്ല. കഴിഞ്ഞ വട്ടത്തെ എക്സാം നോക്കിയേ, ഈ കെമിസ്ട്രിയൊക്കെ നോക്കിയടാ, വെരി ടഫ് എന്നാണ് പിള്ളേർ പറഞ്ഞിരിക്കുന്നത്. ഈ ഫിസിക്സും ടഫായിരുന്നു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് എക്സാം ആയിരുന്നു. ഇനി മാത്സ് നോക്കിയേ, മാത്സ് ഈസി ആണെന്നല്ല, അതൊരു ആവറേജ് ആയിരുന്നു. ബാക്കി 2 സബ്ജക്റ്റ് നോക്കുമ്പോൾ അത് ആവറേജ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് ടു എക്സാം ടഫാകും, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ടഫ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അതെന്താണ് കാര്യം? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് എക്സാം ടഫാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാര്യം. എക്സാം പുതിയ പാറ്റേൺ ആണ്. കാര്യം കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് ചോദിക്കുന്ന ഒരു രീതിയിലല്ല പ്ലസ് ടു പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, പാറ്റേൺ മാറിയാണ് വരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പുതിയ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട്. പുതിയ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു, അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി.
പുതിയ ക്വസ്റ്റ്യൻസ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻസ് ഫ്രം NCERT. ഈ NCERT നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, സ്കൂളിലും കുറേ ട്യൂഷൻ സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ NCERT ഉപയോഗിക്കാത്ത പഠിപ്പിക്കുന്ന കുറേ ടീച്ചേഴ്സിനെ കാണാം. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. കുറേ പേര് ഗൈഡ് തന്നിട്ടും അവരുടെ നോട്ട് തന്നിട്ടും പഠിപ്പിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം +1 +2 എന്ന് പറഞ്ഞാൽ അത് പ്യുവർലി NCERT ആണ്. NCERTനെ ബേസ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. എടാ അത് പെട്ടെന്നത് ചേഞ്ച് ചെയ്യാത്തതിൻ്റെയൊക്കെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ സാധനം ഇത്തിരി അടിപൊളിയാണ്. അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് കുറച്ച് ഡെപ്താണ് ആ സാധനം ഇത്തിരി അടിപൊളിയാണ്. അത് പഠിച്ചാൽ നിങ്ങൾ കിടിലനാവും, നിങ്ങൾ ഉറപ്പാണത്. NCERT ഇപ്പം നിങ്ങൾ ഇവിടെ പഠിച്ചില്ല, നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി പഠിച്ചോ, പക്ഷേ നിങ്ങൾ NCERT ബേസ് ചെയ്ത് മാത്രമേ പഠിക്കാവുള്ളൂ. NCERT ആണ് ബേസ്, 10 അല്ല ബേസ്. NCERT ബേസ് ചെയ്തിട്ടുള്ള +1 +2 ആണ് നിങ്ങളുടെ കരിയറിൻ്റെ ബേസ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല എക്സാം ആയിരിക്കും, എക്സാം ഈസി ആയിരിക്കും. അത് എത്ര ബുദ്ധിമുട്ടാക്കി നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്കത് എക്സാം സിമ്പിളായിരിക്കും. ഇനി ഇതൊക്കെ സിമ്പിളാകാൻ നിങ്ങൾ വല്ലപ്പോഴും ഇതുപോലെ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടാൽ മതിയോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വല്ലപ്പോഴും നിങ്ങളൊരു യൂട്യൂബ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഈസി ആവുമോ? ഇല്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? 1-2 കാര്യങ്ങൾ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് 1-2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, വല്ലപ്പോഴും യൂട്യൂബ് ക്ലാസ്സുകൾ കാണാതെ നിങ്ങൾക്ക് തനിയെ പഠിക്കാം, അല്ലേ? നിങ്ങൾക്ക് തനിയെ പഠിക്കാം. എടാ നിങ്ങൾ തനിയെ പഠിച്ചു കഴിഞ്ഞാലല്ലേ നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങൾ തനിയെ ഓരോ സാധനങ്ങളും തപ്പിപ്പിടിച്ച് പഠിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ടീച്ചേഴ്സിനോട് ചോദിക്കാം. നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സിന് ആരെ വേണമെങ്കിലും ചോദിക്കാം. ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ നിങ്ങളുടെ സ്കൂളിലുണ്ടെങ്കിൽ ആ ടീച്ചറോട് ചോദിച്ചോ. ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാത്തതായിരിക്കും, പക്ഷെ അവർ പറഞ്ഞു തരും. അടിപൊളിയാണ്. നിങ്ങൾ തനിയെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം റിസോഴ്സുകളുണ്ട് നിങ്ങൾ തനിയെ പഠിക്കാൻ നിങ്ങൾക്ക്. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, NCERT ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നല്ല ട്യൂഷൻ സെൻ്ററുകളിൽ നിങ്ങൾക്ക് ചേരാം. ഏറ്റവും അടുത്തുള്ള ട്യൂഷൻ സെൻ്ററുകളിൽ നിങ്ങൾക്ക് ചേരാം. കേട്ടല്ലോ, ഞാൻ ഇവിടെ ചേരാൻ ആദ്യം തന്നെ പറയാത്തതിൻ്റെ കാര്യം ഇതാണ്. നിങ്ങൾ മിക്കവരും ചൂസ് ചെയ്യുന്ന ആദ്യത്തെ 2 കാര്യങ്ങൾ. പക്ഷേ ഈ രണ്ടാമത്തെ, നിങ്ങളുടെ അടുത്തുള്ള ട്യൂഷൻ സെൻ്ററുകളിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു 3 വിഷയങ്ങൾ, നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയൊക്കെ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കാം. ഇവിടെ എല്ലാ വിഷയങ്ങളും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ സെൻ്ററുകൾ വളരെ കുറവായിരിക്കും. എടാ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഏറ്റവും അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ സെൻറ്റർ വളരെ കുറവായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് ആ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുന്നത് ഏകദേശം ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അവിടെ ഈ 3 വിഷയങ്ങളും അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഉൾക്കൊള്ളിക്കാനായിട്ട് ട്യൂഷൻ സെൻറ്ററിന് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാര്യം നമ്മളൊക്കെ ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന ആൾക്കാരൊക്കെ തന്നെയല്ലേ. അപ്പോൾ നമുക്കറിയാം എല്ലാ വിഷയങ്ങളൊന്നും അടിപൊളിയാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും അടിപൊളി ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേരാം. നിങ്ങൾക്ക് ഇവിടെ ചേരാം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. ഇവിടെ ചേരാം. ഇവിടെ നമ്മുടെ സൂപ്പർ ബാച്ച് ഉണ്ട്. സൂപ്പർ ബാച്ച് ഒരെണ്ണം ഏപ്രിൽ 9 സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് നോക്കാം. നോക്കിയേ, നമ്മുടെ ഒരു സൂപ്പർ ബാച്ച് +2 സയൻസിൻ്റെ സൂപ്പർ ബാച്ച് ഏപ്രിൽ 9 സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ആ സൂപ്പർ ബാച്ചിൽ ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. ഇപ്പോൾ ഏപ്രിൽ 9 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി അധികം താമസിക്കാതെ നിങ്ങൾക്ക് അതിൽ ചേരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ വിളിക്കാം, അതവിടെ വിട്. ഇനി നമ്മൾ സൂപ്പർ ബാച്ചിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോടാ. നമ്മൾ സൂപ്പർ ബാച്ചിൽ നമ്മളുടെ ക്ലാസ്സുകൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മിക്കയിടത്ത് നോക്കിയാലും കാണുന്ന സാധനങ്ങളാണ്. ഇത് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, വീക്ക്ലി ലൈവ് ഉണ്ടാവും, ക്ലാസ് അവേഴ്സ് ഇത്രയൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്. ശ്രദ്ധിച്ച്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച്, ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുവാണ്. ആ ടോപ്പിക്ക് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പൊക്കോ, നിങ്ങൾ ഓക്കെയാണ്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ചില ടോപ്പിക്കുകൾ. ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് തെറ്റി, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് തെറ്റി എന്ത് ചെയ്യും? അത് ശരിയാക്കി പഠിക്കണം, അല്ലേ? ആ ശരിയാക്കി പഠിക്കാനുള്ള മെത്തേഡ് ഇവിടെ തന്നെ ഉണ്ട്.
നിങ്ങൾ ക്വസ്റ്റ്യൻസ് തെറ്റിയത് കാരണം അതിൻ്റെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് 2 നിങ്ങൾക്ക് തരും. ആ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. എന്നിട്ട് അത് നിങ്ങളെ എന്ത് ചെയ്യും, അത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ ഓക്കെയാണ്, എന്നിട്ട് നിങ്ങൾക്ക് അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ കൂടി തരും. അത് ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ പോവാം. അത് തെറ്റിയാൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലുള്ള പ്രോസസ്സ്. കേട്ടല്ലോ, ഇതാണ് അഡാപ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ അഡാപ്റ്റ്. കേട്ടല്ലോ, ഏറ്റവും നല്ലൊരു സാധനമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണിത് 50+ യൂണിറ്റ് ടെസ്റ്റുകൾ. വെറുതെ ഇത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ എക്സാം എഴുതി ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടേ കാര്യമുള്ളൂ. യൂണിറ്റ് ടെസ്റ്റുകൾ 50-ലധികം ടെസ്റ്റുകൾ നിങ്ങൾ എഴുതും, അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്താൽ. കേട്ടല്ലോ. പിന്നെയുള്ളത് നോക്കിയേ, PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളെ ഡീൽ ചെയ്യാൻ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ ഉണ്ടാവും, നിങ്ങളെ കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കേട്ടല്ലോ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രം. പിന്നെ നോക്കിയേ, ഈ റിവൈസ് ആൻഡ് റെനിഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിവിഷൻ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് എത്ര തവണ പഠിക്കുന്നോ അത്രയും തവണ നിങ്ങൾ അടിപൊളിയാവും. ഇപ്പോൾ നമ്മൾ റിവിഷൻ തന്നുകൊണ്ടിരിക്കും, 2, 3, 4 റിവിഷൻ വരെ ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നിങ്ങളൊരു തീരുമാനമെടുക്കുക. എന്നിട്ട് നമ്മളുടെ സൂപ്പർ ബാച്ച്, നേരത്തെ പറഞ്ഞു സൂപ്പർ ബാച്ച് ഏപ്രിൽ 9-നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാര്യം ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളൂ സൂപ്പർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ല, ഈ സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. എനിക്ക് ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് ഒരു സമയം വേണം. എങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സൂപ്പർ ബാച്ച് വരുന്നത് നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സൂപ്പർ ബാച്ച് ലോഞ്ച് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഈ 2-ലും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ ഫോം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളത് ഫില്ല് ചെയ്താലും മതി, ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചോളൂ. കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് ചേരണ്ട, അടുത്തതിന് ചേർന്നാൽ മതി. പക്ഷെ എന്നാലും നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. എന്താണ്, ഈ നമ്പറിൽ വിളിച്ച് സീറ്റ് ഉറപ്പിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യും. വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ സീനിയേഴ്സ് ഒരുപാട് പേര് പഠിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അവർക്ക് മെസ്സേജ് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. നമ്മൾ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കണ്ട, അവരോട് ചോദിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇനി നോക്കിയേ, നമ്മൾ സിലബസ് കംപ്ലീഷൻ നവംബറിനുള്ളിൽ തീർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നവംബറിനുള്ളിൽ തീർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തീർത്ത് വീട്ടിൽ പോകാനല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിവൈസ് തരാൻ വേണ്ടിയാണ്. റിവിഷൻ എത്ര വട്ടം റിവിഷൻ തരുന്നോ അത്രയും വട്ടം നിങ്ങൾ അടിപൊളിയായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള റിവിഷനും കൃത്യമായിട്ടുള്ള പഠിപ്പിക്കലുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് പറയാനുള്ള മെയിൻ കാര്യം, എക്സാം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഇനി ഇവിടെ പഠിപ്പിക്കാൻ പോകുന്ന ഫാക്കൽറ്റീസ് ആരൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സിനും ബയോളജിക്കും മാത്രം 50-ലധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും മാത്രമായിട്ട് എത്ര അധികം ചാപ്റ്റേഴ്സ് ഉണ്ട്? 50-ലധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാനും കേരളത്തിലെ ഏറ്റവും നല്ല ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് വരുന്നത്. ഞാൻ നേരത്തെ ഒരു ട്യൂഷൻ സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഒരു ട്യൂഷൻ സെൻറ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളും അവിടെ നന്നായിട്ട് പഠിപ്പിക്കണമെന്നില്ല. കാര്യം അതിനുള്ള ഒരു ഫെസിലിറ്റി അവർക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കേരളത്തിലെ ഓരോ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവരെല്ലാവരും ഇവിടെ വന്ന് പഠിപ്പിക്കുകയാണ്. കാര്യം കേരളത്തിലെ ഏറ്റവും മികച്ചത് എന്ന് തോന്നുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. മാത്സ് എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അജാസ് സാറുണ്ട്. പിന്നെ ഷാമിൽ സാറുണ്ട്. നിങ്ങൾ +1 ഷാമിൽ സാറായിരുന്നു കംപ്ലീറ്റ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ പകുതി കഴിഞ്ഞപ്പോൾ അവസാനമായപ്പോഴാണ് ഞാനൊക്കെ വന്നത്. അപ്പോൾ ഷാമിൽ സാറിനെ നിങ്ങൾക്കറിയാം, അജാസ് സാറിനെ നിങ്ങൾക്കറിയാം, എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. കേട്ടല്ലോ. സംശയമൊന്നുമില്ലല്ലോ ഇവർ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. ഇനി അടുത്തത് ഫിസിക്സ് നോക്കിയേ. ഫിസിക്സ് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സുഹൈൽ സാറ്, ഇമ്മാനുവൽ, പിന്നെ ഐഡിയ മിസ്, ഇവരെല്ലാവരും നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ സച്ചിൻ സാർ നമ്മളുടെ കീമിനും JEE-ക്കും ഒക്കെ ക്ലാസ് എടുത്തിട്ടിരുന്ന സാറാണ്. അപ്പോൾ സാറും നിങ്ങൾക്ക് അടുത്ത കൊല്ലം മുതൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇവർ ബാക്കി 3 പേരെയും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയല്ലേ. സുഹൈൽ സാറിനെയും ഇമ്മാനുവൽ സാറിനെയും ഐഡിയ മിസ്സിനെയും എല്ലാവരെയും അറിയാവുന്നവരാണ്. ഇവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവരും നല്ല ടീം തന്നെയല്ലേ അല്ലേ. ഇനി അടുത്തത് കെമിസ്ട്രിക്ക് യാസിൻ സാറും ഉണ്ടാവും. പുതിയൊരു ഫാക്കൽറ്റി കൂടി ജോയിൻ ചെയ്യും. ഒരു സർപ്രൈസ് ഫാക്കൽറ്റി കൂടി ജോയിൻ ചെയ്യും.
അതുകൊണ്ടാണ് നമ്മൾ ആ പുള്ളിയുടെ ഫോട്ടോ വെക്കാതിരുന്നത്. ഒരു സർപ്രൈസ് ഫാക്കൽറ്റി കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. യാസിൻ സാറും ആ പുതിയ ആളും കൂടിയായിരിക്കും ക്ലാസ്സുകൾ +2 കൊണ്ടുപോകുന്നത്. അടുത്ത് നോക്കിയേ ബയോളജി നോക്കിയേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ആരാണ്? ബിലാൽ സാറും അഖിൽ സാറും ഡോക്ടേഴ്സാണ്. അപ്പോൾ ഡോക്ടർ കപ്പിൾസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവർ വിളിക്കാം. അപ്പോൾ ഒരു ഡോക്ടർ ആയിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? അവരുടെ ക്ലാസ്സുകൾ ഒരു കീം അല്ലെങ്കിൽ JEE ലെവലുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ക്ലാസ്സുകളായിരിക്കും. ബാക്കി ഇവർ രണ്ടുപേരെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ശ്രുതി മിസ്സും റിജു സാറും. കേട്ടല്ലോ, റിജു സാറിന് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഭയങ്കര പരിചയമുള്ള സാറാണ്. സാറ് ബയോളജി കൂടി എടുത്ത് അങ്ങോട്ട് തകർക്കുകയാണ്. കേട്ടല്ലോ. അപ്പോൾ അടുത്തത് കമ്പ്യൂട്ടർ സയൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ലേ, ബാക്കി കാണിച്ച വിഷയങ്ങളൊക്കെ ഇല്ലേ, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതുപോലുള്ള സബ്ജക്റ്റുകളൊക്കെ ഇല്ലേ, അത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയാലും ഒരേ രീതിയിലൊക്കെ തന്നെ ക്ലാസ്സുകളൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ തരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബെസ്റ്റ് സിംഗിൾ ഫാക്കൽറ്റി ഇവിടെ ഈ ചാനൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. വേറെ ഒരിടത്തും കംപ്ലീറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിംഗിൾ ലൈവുകളും എല്ലാം കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കേട്ടല്ലോ, അതാണ് എഡ്യൂപോർട്ടിൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രത്യേകത. കേട്ടല്ലോ. അടുത്തത് നമ്മുടെ ലാംഗ്വേജസും പഴയതുപോലെ തന്നെയാണ്. മലയാളം എടുക്കുന്നത് ജയ്സൽ സാറാണ്. പിന്നെ ഏതാണ്? ഇംഗ്ലീഷ് എടുക്കുന്നത് നെയിം സാറാണ്. അറബിക്ക് എടുക്കുന്നത് ഷഹീർ സാറാണ്. അപ്പോൾ അങ്ങനെ ലാംഗ്വേജസും നമ്മൾ പക്കയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ സൂപ്പർ ബാച്ച് ഏപ്രിൽ 9 സ്റ്റാർട്ട് ചെയ്തു. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. കേട്ടല്ലോ. ഇനി അതല്ല, അടുത്ത സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈസ്റ്റർ കഴിഞ്ഞ ഉടനെ ആയിരിക്കും. കേട്ടല്ലോ. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കൂ. ഏത്